സ്വർണ്ണവില കിളിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ വടംവലി വലിച്ചത്. കാരണം ഈ പടം തുടങ്ങുന്നതിന് മുമ്പ്, ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഈ ഐഡിയ ഉണ്ടായിരുന്നു ചിദംബരത്തിന്. ഇതിനു മുമ്പേ പല ചർച്ചകളും ഉണ്ടായിരുന്നു. കമലഹാസൻ സാറിന് ഈ പടത്തിൻ്റെ പാർട്ട് വരെ ആക്കണോ, ഇതിൻ്റെ എൻഡ് ക്ലോഷറിൽ ഒരു നറേഷൻ സാറിനെ കുറിച്ച് ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു പരിപാടികളുണ്ടായിരുന്നു. ഓട്ടോറിക്ഷക്കാരൻ ചേട്ടാ വേഗം വിടണം, അവിടെ പെട്ടെന്ന് എത്തണം, കമലഹാസൻ സാർ കാണാം, കമലഹാസൻ സാറാ വണ്ടി വണ്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റെങ്ങനെ നൊത്തി അങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്ക് പല വണ്ടികളിൽ ഇടിക്കാൻ പോകുന്നു. അതിനൊക്കെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ബാസി. അത് ഭയങ്കര ഹിറ്റാണ്, വൈറലാണ് ചെന്നൈയിൽ. പാട്ട് ഒരു സമയത്ത് കിട്ടുമോ ഇല്ലയോ, ഇതിൻ്റെ എത്ര ആയിരിക്കും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതെ, അപ്പോൾ തന്നെ ഈ പാട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പോലും, അങ്ങനെ ചിന്ത വന്നപ്പോൾ പോലും ഇതില്ലാതെ ഈ സിനിമ നടക്കത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് തമിഴ്നാട് ഈ പടം സ്വീകരിച്ചിരിക്കുന്നത് വേറൊരു തരത്തിലാണ്. എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസിനേക്കാൾ ഇത് അവരുടെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ആൾക്കാർ ഈ പടത്തിനെ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു തമിഴ് പടമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗുഹയ്ക്കകത്താണെങ്കിലും നിങ്ങളുടെ ട്രാവൽ ആണെങ്കിലും ഈ ഇത്രയും പേരുടെ ഡയലോഗ്സ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. കാരണം ഞാനത് ഗുഹയ്ക്കകത്ത് ഓരോ ആളുകളും കയറുമ്പോഴും ഓരോ ആളുകളുടെ അവരുടേതായ കൗതുകമുണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ ആർക്കിലൂടെ പോലെ അത് ഞാൻ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന സീൻസാണ്. അതായത് ഇപ്പം സുഭാഷ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഫണ്ണില്ല, റിലാക്സ്ഡ് അല്ല, എല്ലാവരും അവരവരുടെ കീ റോള് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അത് മറ്റേ അഭിലാഷിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പിന്നെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു ലാസ്റ്റ് എനിക്കൊന്ന് പുള്ളിയുടെ ചിരി വരുന്നത് തിരിച്ചു കയറുന്ന മൊമെന്റ് വരെ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഓരോ ക്യാരക്ടറിന് സ്വന്തം ക്യാരക്ടറിന് ആർക്കിലേക്ക് പോകുന്നത് എത്രത്തോളം ടെൻഷനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രോമാറ്റിക് സംഗതി ആയിരുന്നു ഈ സുഭാഷ് വീണതിന് ശേഷമുള്ള ഷൂട്ട്? സുഭാഷ് വീണതിന് ശേഷം പല സമയത്തും ഞാനും ബാലു ഇപ്പോൾ സൗഭിക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ സമയത്ത് ഇവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും, നമുക്കത് ആക്ച്വലി ഇമ്പോസിബിൾ ടു തിങ്ക്, അല്ലെങ്കിൽ അത് എന്തായിരിക്കും അവരുടെ ആ മാനസികാവസ്ഥ. നമ്മളതിലൂടെ കടന്നു പോയിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിട്ടില്ല. അത് എത്ര ചോദിച്ചാലും നമുക്ക് അഭിനയം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. അത് ആക്ച്വലി ഒരു ആ ഒരു ഇൻറ്റ്യൂഷനിൽ ചെയ്തു പോകുന്നൊരു പരിപാടിയാണ്. അപ്പം പക്ഷേ എന്തായാലും ഏത് സമയത്തായാലും ഇതിനൊരു ബോർഡർ ലൈൻ ഇങ്ങനെ വരക്കാനാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു സാധനം വേണം. ജാനമൻ ചെയ്യുമ്പോൾ പോലും ഞാൻ എക്സാമ്പിൾ പറയാണ്, അഭിരാമൻ്റെ ക്യാരക്ടറിൽ ഇങ്ങനെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തു പറഞ്ഞൊരു ക്യാരക്ടറുള്ളൂ, ഇങ്ങനെ ഒരു കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു അത്യാവശ്യം ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ ലാലേട്ടൻ, മോഹൻലാൽ സാറ്, സത്യൻ സാറിൻ്റെ പടങ്ങളിലോ പരിദർശനങ്ങൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥയും കഷ്ടപ്പാടും ആ പ്രാരാബ്ദമുണ്ട്, എന്നാലും ഒരു ചിരി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോ. അപ്പോൾ ആ സാധനം അഭിയേട്ടൻ ആ ക്യാരക്ടറിൽ മൊത്തം ത്രൂ ഔട്ട് എന്ത് വിശപ്പായ പോലും സാർ ഒരു ചിക്കൻ കഴിച്ചോട്ടെ, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലും. അപ്പോൾ ആ സാധനം അങ്ങനത്തെ ഒരു റിമൈൻഡർ ഡയറക്ടർ നമുക്ക് കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പം പ്ലേ ചെയ്യുമ്പോൾ പോലും ഇത് ഇന്ന ആൾക്ക് ഇന്ന ഡയലോഗ് അങ്ങനെ എന്നുള്ളൊരു സാധനമല്ല. നമ്മളൊരു പ്ലേ എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നുള്ളൂ. നമ്മൾ മാക്സിമം ഓവർലാപ്പ് ചെയ്യാതെ ശ്രമിക്കുക. ഒരാൾ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഒരുമിച്ച് പറയാതിരിക്കുക. അങ്ങനെ ലൈക്ക് ഒരു ബോർഡർ സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സിലിങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം ഇത് വീണ് കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും പേഴ്സണലായിട്ടുള്ള അഭിനയമാണ്. അതിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയർ ഇല്ല. എല്ലാവരും അവർക്ക് എന്ത് കളക്റ്റീവ് തോട്ട് ഷെയർ ചെയ്യാനും പറ്റില്ല. ഇതിൽ കളക്റ്റീവ് എനിക്ക് തോന്നുന്നില്ല കളക്റ്റീവ് തോട്ടിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നില്ല. എല്ലാവരും മാക്സിമം നമ്മളതിനെ ഫീൽ ചെയ്യിപ്പിക്കുക, നമ്മുടെ കൂടെ. അതാണ് അത്രയുള്ളൂ. ഞാനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ബാസി ശരിക്കും പോയി എന്നുള്ളതാണ്. കാരണം എനിക്ക് ബാസിയായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. കാരണം എൻ്റെ ഒരു സഹോദരനെ പോലെയുള്ളൊരു വ്യക്തി തന്നെയാണ് ബാസി. അപ്പോൾ ബാസി പോയി എന്ന് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ. അതിനായിരിക്കും പല ആൾക്കാരും, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡായിട്ടുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള മനസ്സിൽ എന്താവുക എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ളൊരു എക്സ്പ്രഷൻ പോലും എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. അതാണ് പേഴ്സണലൈസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. അതെ, പേഴ്സണലൈസ് ചെയ്യാനുള്ള ഒരു കളക്റ്റീവ് തോട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എല്ലാവരും ഇപ്പൊ ഇതിൽ തന്നെ ലാസ്റ്റിലത്തെ വടംവലിയിലും നിങ്ങൾ ആദ്യം വലിച്ച ഫീലിലല്ല, ആദ്യം വലിച്ചവരിൽ ഒരു പകുതി മറ്റേ വെള്ളപ്പുറത്ത് വലിക്കുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇത് ശരിക്ക് ആ വലിക്കുന്നതിന് റീസൺ ഉണ്ട്. ആ വലിയില് കൂട്ടുകാരനാണ് തിരിച്ചു വരേണ്ടത്. അപ്പൊ അവിടെയാണെങ്കിലും ഈ പറയുന്ന ഇത് എന്ത് തരം സ്പിരിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്തത്? ഞാൻ അത് ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആയിരുന്നല്ലോ. അത് ആക്ച്വലി അതിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ പാട്ട് തന്നെയായിരുന്നു. നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ വടംവലി വലിച്ചത്. കാരണം ഈ പടം തുടങ്ങുന്നതിന് മുമ്പ്, ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഈ ഐഡിയ ഉണ്ടായിരുന്നു ചിദംബരത്തിന്, കൺമണി അൻപോട്. കാരണം അപ്പോൾ ഞാനും ചിദംബരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ചിദംബരം
ഈ എടുക്കുമ്പോൾ മറ്റേ ഉണ്ടാനക്കായം എന്നാല് താങ്ങിടും ലിറിക്കലായിട്ട് ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് ആക്ച്വലി കൃത്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് പോലും കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഈ ഒരു പോർഷൻ ചെയ്തപ്പോഴത്തെ മനസ്സിലായിരുന്നു. അഭിരാമിയെ താഴെ അപ്പൊ അപ്പം ബാസിയുടെ ശിവനിൽ നീയും പാതിയെ അത് ഉനക്ക് പുരിയുമ എന്ന് പറയുന്ന സാധനം ഈ അതിന്റെ ഈച്ച് ആൻഡ് എവരി ഷോട്ടിൽ അത് നമ്മുടെ മനസ്സിൽ ആക്ച്വലി സിനിമയ്ക്ക് മുമ്പേ അത്ര കൊറിയോഗ്രാഫ്ഡ് ആണ്. കാരണം ഈ പാട്ടില്ലെങ്കിൽ സിനിമ ഇല്ല എന്നുള്ളത് ആദ്യമേ ചിദംബരം പറഞ്ഞിട്ടായിരുന്നു. കാരണം ഈ സിനിമ ഉറപ്പായിട്ട് ഈ പാട്ട് ഒരു സമയത്ത് കിട്ടുമോ ഇല്ലയോ, ഇതിന്റെ എത്ര ആയിരിക്കും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ തന്നെ ഈ പാട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പോലും അങ്ങനെ ചിന്ത വന്നപ്പോൾ പോലും ഇതില്ലാതെ ഈ സിനിമ നടക്കത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട്, കാരണം അതിന്റെ കോറ് അതിന്റെ ഇമോഷൻ അല്ല ഇത് രാജ്കമലിന്റെ കയ്യിലും ആയിരുന്നില്ല. ഇതെനിക്ക് തോന്നുന്നു സോണിയുടെ ഒരു ലൈക്ക് ഹിന്ദിയിൽ ചെയ്തൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കയ്യിലാണ് ആക്ച്വലി ഇത് എത്തിയേക്കുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു എമൗണ്ടിലാണ് നമുക്കിത് കിട്ടുകയും ചെയ്തത്. അങ്ങനെ അപ്പം ഈ ഒരു പാട്ട് നമ്മൾ അവിടെ ഈ ഗുഹയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ആക്ച്വലി മൊത്തം ഷൂട്ട് ചെയ്തിട്ട് അവസാനം ഷൂട്ട് ചെയ്യുന്നതാണ് ഈ മൊമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്തത്. അതായത് ഇതാ അവസാനത്തെ ഡേ, ഫിനാലെയാണ്. ഇതായിരിക്കും അവസാനത്തെ ഡേ ആണ് ഷൂട്ട് ചെയ്തത്. അവസാനത്തെ 2 ഡേയ്സിലാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തത്. ഇത് ഗ്രാൻഡ് ഫിലേ ആണ്, പടം കഴിയാൻ പോവാണ്. ആ മൊത്തം ഇമോഷൻസ് നമ്മളിൽ ഉണ്ടായിരുന്നു. അത് മൊത്തം അങ്ങോട്ട് എല്ലാവരെയും വലിച്ചു കയറ്റുന്നൊരു മൂടായിരുന്നു. അതന്നെയാണ് എൻ്റെ ഇമ്പാക്ട്. ആ പാട്ട് തന്നെയാണ് ഇമ്പാക്ട്. ആ ഒരു സീൻ്റെ ഇമ്പാക്ട് ആ പാട്ട് തന്നെയാണ്. ഇപ്പൊ ആ പാട്ടാണെങ്കിലും നമ്മൾ പിന്നെ തിയേറ്ററിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന മൊമെന്റിലല്ല വരുന്നത്. പക്ഷെ ആ മൊമെന്റിൽ എല്ലാവരും ഈ വലിക്കുന്ന സമയത്ത് പാട്ട് വരുന്നത് നമ്മൾ കമൽ സാറിന്റെ ശബ്ദത്തിൽ, കാരണം കറക്റ്റ് ഒരു പോർഷനിൽ തുടങ്ങുന്നു എന്നുള്ളത് അടക്കം ആദ്യം തീരുമാനമല്ല. ഈ പോർഷനാണ് പാട്ട് തുടങ്ങേണ്ടതെന്നൊക്കെ ആദ്യം തീരുമാനിച്ചിരുന്നു. അതെ, ഞാൻ അതാ പറഞ്ഞത്. ആ ഒരു പോർഷൻ മനിത കൊടുത്ത് മനിത കഥ, അപ്പം ഈ തിരിയുന്ന ആ ഒരു പോർഷനല്ലേ അതുവരെ ചെയ്തു. അതെയും താണ്ടി പുനിതമാണ്. അത് കൃത്യമായിട്ട് ലൈൻസും ഷോർട്ടും മുമ്പേ ഡിവൈഡഡ് ആണ്. എനിക്കൊന്ന് ഫുൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഇത് ഓൾറെഡി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഈ കൊറിയോഗ്രാഫി ഫുൾ സ്ക്രിപ്റ്റിന് മുമ്പേ ഉള്ളൊരു മനസ്സിലുള്ളൊരു സാധനമാണ്. അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന നേരത്തെ തന്നെ രാത്രി മിക്ക ദിവസം ഈ പാട്ട് നമ്മളൊരു 5000 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. അപ്പൊ പോലും ഇങ്ങനെ ആളുകൾക്ക് അറിയാം ഈ സീൻ എന്താ. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ലൈക്ക് അതിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബോയ്സിന് മൊത്തം ഈ പാട്ടിൽ ഇത് ഏത് ഷോട്ടാണ് എങ്ങനെ വരുന്നത് കൃത്യമായിട്ട് കറക്റ്റ്. കാരണം നമ്മൾ ഒരുപാട് രാത്രികൾ ഈ പാട്ട് കേട്ടിട്ട് ഈ ഷോട്ട് ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂസ് ബംസ് ആക്ച്വലി ഈ സിനിമയ്ക്ക് മുമ്പ് ഈ സിനിമ ഇറങ്ങി തിയേറ്ററിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇത് ആലോചിച്ച് ഗൂസ് ബംസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ ആൾക്കാരുടെ കൂടെ വന്നപ്പോൾ കൈവിട്ടു പോയി. തിയേറ്ററിൽ ഇപ്പോൾ എവിടുന്ന് ആദ്യം കാണുന്നത്? ഇത് റിലീസ് ഡേ അല്ലേ? വനിതാ വിനീതയാണ് കാണുന്നത്. അന്ന് ഈ മൊമെന്റ് വരുന്ന സമയത്ത് എന്താണ് തിയേറ്ററിൽ ഉണ്ടായ ഒരു പേഴ്സണൽ ഇമ്പാക്ട് എന്താ? അന്ന് എനിക്ക് ഇത് എങ്ങനെയാണ് ആൾക്കാർക്ക് കണക്ട് ചെയ്യുക, ഇത് എങ്ങനെ ആൾക്കാർ എടുക്കും. ഞാൻ നിലത്തിരുന്നാണ് പടം കാണുന്നത്. അപ്പോൾ അന്നും എനിക്ക് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. ക്രൂ ആണ് കൂടുതൽ. പിന്നീട് അടുത്ത ദിവസം രാത്രി ഞാൻ ബാലു, ചന്തു, കുര്യൻ ഇവരെല്ലാവരും കൂടെ പോയിട്ട് തിയേറ്ററിന്റെ ബാക്കിൽ ഇരുന്നിട്ട് കറക്റ്റായിട്ട് ഇരുന്ന് ഈ സിനിമ നമ്മളെ ഉണ്ടെന്ന് അറിയിക്കാതെ പോയി കാണുന്നതാണ്. അപ്പം ആൾക്കാർ മറ്റേ ഓൾറെഡി പടം ആൾക്കാർക്ക് എന്തോ ഹിറ്റാണെന്നുള്ള സാധനത്തിലേക്ക് വന്നു. അപ്പോൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ആൾക്കാർ കളി കാണാൻ വരുന്ന പോലെയാണ് എല്ലാവരും കാണിക്കാൻ ഭയങ്കര വിന്നിങ് മാച്ച് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് ആക്ച്വലി ഈ പോർഷൻ കണ്ടപ്പം എനിക്ക് കരച്ചിൽ വരുന്നു എനിക്ക് തോന്നിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞു. ഞാൻ ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് വീണ്ടും കാണുമ്പോഴും എനിക്കതിൽ കരച്ചിൽ വരുന്നുണ്ട്. ആ ഒരു പെയിൻ നമുക്ക് ആ പെയിൻ വരാൻ കാരണം ശരിക്കും ഇവർ പോയ ആൾക്കാരെ കുറിച്ച് ആലോചിച്ചാണ്. നമ്മളിത് സിനിമയാണ് ചെയ്യുന്നത്, പക്ഷെ മറ്റവർ റിയലി എക്സ്പീരിയൻസ് ചെയ്തൊരു പരിപാടിയിലേക്ക് നമുക്കതിലൊരു പാർട്ടാവാൻ കഴിയും. അവർക്ക് കിട്ടില്ല. അതെ. അപ്പോൾ അല്ല, ഫസ്റ്റ് ഷോന്റെ എക്സ്പീരിയൻസ് അത് തന്നെയായിരുന്നു. നമ്മൾ ഒറിജിനൽ ബോയ്സിന്റെ കൂടെ ആയിരുന്നു കാണുന്നത്. അപ്പോൾ അവരുടെ ഫേസാണ് ഞാൻ ആദ്യം നോക്കുന്നത്. അവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ണ് നിറയുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ഈ സിനിമ, ഈ ലൈക്ക് മോർ ദാൻ ദ വിന്നിങ് ശരിക്കും ആൾക്കാരോട് ചെയ്യാൻ പറ്റിയ ജസ്റ്റിസ് ആണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ്. കാരണം ഇത് തമിഴ്നാട്ടിലും ഗണപതി പോയി കണ്ടിട്ടുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കത്തൽ എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ ആർപ്പ് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ആൾക്കാർക്കറിയും മൊമെന്റ് ഇപ്പോൾ വരും. അതിനു വേണ്ടി ആൾക്കാർ തയ്യാറെടുത്തിട്ട്
നമുക്കൊന്നും പാട്ട് പോലും കേൾക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഒരു ആർപ്പുവിളി ആഘോഷമാണ്. തമിഴ്നാട്ടിലെ റിസപ്ഷൻ ഈസ് ലൈക്ക് അൺബിലീവബിൾ. എങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പൊ ആളുകൾ പേഴ്സണലി നിങ്ങളെയൊക്കെ കണ്ട് കയ്യെ പിടിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ ഞാൻ ഇമോഷണലി ആണല്ലോ വരുന്നത്. അങ്ങനെ കൂടി ഇപ്പം ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ പറഞ്ഞത് അതിൽ ഏറ്റവും വലിയ 16 തമിഴ് കാസ്റ്റ് കൂടി പിന്നെ ഇത് കാസ്റ്റിംഗ് ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ കൂടിയിട്ടുള്ള ഒരാൾ അവിടെ തമിഴിൽ ഒരു ക്രൂവിൻ്റെ പാർട്ടായി അതിലൊരു മേജർ റോൾ ചെയ്ത ഒരാളായിട്ട് പോകുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു റിയാക്ഷൻസും ഒരു ഇമോഷൻ കണക്ട് ഒക്കെ എന്തായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള? അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് തമിഴ്നാട് ഈ പടം സ്വീകരിച്ചിരിക്കുന്നത് വേറൊരു തരത്തിലാണ്. എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസിനേക്കാൾ ഇത് അവരുടെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ആൾക്കാർ ഈ പടത്തിനെ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു തമിഴ് പടമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. തമിഴ് പടം കൂടിയാണ്, ഉറപ്പായിട്ടും തമിഴ് പടം കൂടിയാണ് ഈ സിനിമ. അപ്പം ഈ വിജയ് മുത്തു സാറിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ കാണാൻ, എനിക്ക് അറിയില്ലായിരുന്നു പുള്ളിക്ക് അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ കാണുമ്പം പുള്ളിയെ നമ്മൾ ചെയ്യുന്നു, പുള്ളിയുടെ പരിപാടി ഓഡിഷൻ ചെയ്യുന്നു, നമുക്ക് ഓക്കെ ആവുന്നു വരുന്നു. അപ്പോൾ അതിൽ കൂടുതലല്ലാതെ അവരെ എന്തൊക്കെ സ്റ്റേജിലാണ് കടന്നു പോകുന്നത്. അപ്പം അവർക്ക് അത്രയും നമ്മളായിട്ട് ഭയങ്കര ഇപ്പം ചിദംബരം ഈ പേരൊക്കെ കേൾക്കുമ്പം ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ നമ്മുടെ നാട്ടുകാരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ ലൈക്ക് ഇത് റിസപ്ഷൻ. അപ്പോൾ അവിടെ ബാസിനെ കാണുമ്പോൾ സുഭാഷേ തമ്പി സുഭാഷേ തലവരെ എന്നൊക്കെ പറയും. പെരിയവരെ എന്നാണ് ജീജനെ വിളിക്കണം അവിടെ കൂട്ടത്തിൽ. അപ്പോൾ പെരിയവരെ എന്നാണ് ജീജനെ വിളിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ അവരുടെ ലൈക്ക് അവരുടെ ഓൺ ആൾക്കാരായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പം എനിക്ക് കന്യാകുമാരി, നാഗർകോവിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ലൈക്ക് തമിഴ് സിനിമ പോലും പ്രോപ്പറായിട്ട് കളിക്കാത്ത തിയേറ്ററുകളിൽ പോലും മഞ്ഞുമൽ ബോയ്സ് ഫുൾ ഷോസ് ഹൗസ്ഫുള്ളായിട്ട് റൺ ചെയ്യാണെന്ന് പറഞ്ഞു. ഇന്നലെ 100 ഷോസ് ആഡ് ചെയ്തു. എനിക്കൊന്ന് തമിഴിൽ ഇപ്പോൾ തമിഴിൽ ഇറങ്ങിയേക്കാൾ പടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത് തമിഴ് തന്നെയാണ്. ഇപ്പം ഉലകനായകൻ കമൽഹാസൻ സാറായ പോലും, ഉദയനിധി ശലിൻ, ധനുഷ്, വിക്രം, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വീണ്ടും ഇപ്പം പല കോളുകളും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രജനീകാന്ത് കാണുന്നു. അതെ. അപ്പം ഇങ്ങനെ തമിഴ്നാടിനെ ഏറ്റെടുക്കും എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു വളരെ നന്ദി. ഈ തമിഴിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പോൾ ചിദംബരം എന്നോട് സംസാരിക്കുന്ന സമയത്ത് പോസ്റ്റ് റിലീസ് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കമൽഹാസൻ ഇത് കാണുന്നതാണ് ഇതിൻ്റെ റിയൽ ക്ലൈമാക്സ്, അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസന് പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ രാജ്കമൽ പോയിട്ട് ഇത് അവിടെ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ നിങ്ങളുമായിട്ട് ഞാൻ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എങ്ങനെയാണോ ആഫ്റ്റർ റിലീസ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അതേപടിയാണ്. അതായത് എല്ലാവർക്കും ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. സന്താനഭാരതി പറയുന്നു, ഈ മൊമെന്റ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കമൽ സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്ന് സന്താനഭാരതി അടുത്ത ദിവസം വരുന്നു. ഗുണയുടെ ടീമൊക്കെ അടുത്ത ദിവസം ഇന്റർവ്യൂ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഗുണയുടെ റീ റിലീസ് അവിടുത്തെ ഒരു വലിയ ഡിമാൻഡ് ആവും. ട്വിറ്ററിലൊക്കെ അതിൻ്റെ ടാഗും കാര്യങ്ങളും വരികയാണ്. കമൽഹാസനെ കാണുന്ന മൊമെന്റ് അത് ശരിക്കും നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത സംഗതിയാണോ? എന്താ അത് ഈ സിനിമയുടെ റിലീസ് ടു കമൽഹാസൻ വരെയുള്ളൊരു? സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നു, അത് വിശ്വാസം ഉണ്ടായിരുന്നു, കാണും കമൽഹാസൻ സാറിന് ഈ പടം കൊണ്ട് കാണിക്കും. അല്ല, ഇതിനു മുമ്പേ പല ചർച്ചകളും ഉണ്ടായിരുന്നു, കമൽഹാസൻ സാറിന് ഈ പടത്തിൻ്റെ പാർട്ട് വരെ ആക്കണോ, ഇതിൻ്റെ എൻഡ് ക്ലോഷറിൽ ഒരു നറേഷൻ സാറിനെ കുറിച്ച് ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുള്ള പിന്നീടാണ് ഇല്ല ഇത് കമൽഹാസൻ സാറിൽ അല്ലാതെ എത്തട്ടെ എന്നുള്ളത് ചിദംബരം പറഞ്ഞത്. ലൈക്ക് അല്ലാതെ ഈ നെബുലകൾ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഇടയ്ക്ക് കൊടൈക്കനാലിനെ പറ്റി ഗുണേനെ പറ്റിയും ഉള്ളൊരു വർണ്ണിക്കുന്നൊരു ലിറിക്സ്, നെബുലകൾ, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. കമൽഹാസൻ സാർ ഇങ്ങനെ ഇപ്പം പത്മരാജൻ സാറിന്റെ സീസണിൽ പത്മരാജൻ സാർ ഇങ്ങനെ പോയി വരൂ എന്ന് പറഞ്ഞ പാട്ടിൽ ഇടയ്ക്ക് ശബ്ദമായിട്ട് വരുന്ന പോലെ അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അത് ആ സമയത്തൊന്നും നമുക്ക് പുള്ളിയെടുത്ത് എത്താൻ പറ്റാത്തൊരു രീതി വന്നപ്പോൾ നമ്മൾ വെച്ച് വേണ്ട, അത് വിട്ടേക്ക്, നമുക്ക് പുള്ളി ഈ പടം കണ്ടിട്ട് ആ ഒരു ഇമോഷനിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഒരു ഈ റിലീസ് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ചിതു പറയുന്നു, ചിതു വീട്ടിലുണ്ടായിരുന്നു, മോനെ സാറ് വിളിച്ചിട്ടുണ്ട് റെഡി ആയിക്കോളൂ. അപ്പം തന്നെ ഞാൻ ഗ്രൂപ്പിൽ പിള്ളേരുടെ കിടാ വിട്ട് വണ്ടി മദ്രാസ് ഒട്ടേ വണ്ടി മദ്രാസ്, നമ്മുടെ പിള്ളേരെ കണ്ടാ മദ്രാശി എന്ന് പറഞ്ഞിട്ട്
ഇടുന്നത്. അത് ഭയങ്കര എക്സൈറ്റിങ്. എനിക്ക് വാക്കുകളിൽ പറയാൻ എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര നമ്മുടെ ജീവിതത്തിൽ അതായിരുന്നു. ഭയങ്കര ഫ്ലൈറ്റിലെല്ലാവരും ഭയങ്കര അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷത്തോടെ കമലഹാസൻ സാറിനെ കാണാൻ വേണ്ടി രാവിലെ ഹോട്ടലിൽ നിന്ന് എല്ലാവരും കുളിച്ചിറങ്ങുന്നു. അപ്പോഴത്തേക്ക് വണ്ടിയുടെ കൺഫ്യൂഷൻ വരുന്നു. 2 വണ്ടി എത്തിയിട്ടില്ല. ഓൾറെഡി ചിതുവും സുഷിനും ബാക്കി കുട്ടേട്ടനും എല്ലാവരും വണ്ടിയിൽ പോയി. ഞാനും ബാസിയും കൂടെ കിട്ടണ ഓട്ടോറിക്ഷ പിടിച്ച് ഞാനും ബാസിയും എന്താ പറയണ്ട അഭിറാം മേട്ടറും. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ചെന്നൈയിൽ കൂടെ സ്പീഡിൽ ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടാ വേഗം വിടണം, അവിടെ പെട്ടെന്ന് എത്തണം, കമലഹാസൻ സാർ കാണാം. കമലഹാസൻ സാറാ വണ്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റെങ്ങനെ നൊത്തി അങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്ക് പല വണ്ടികളിൽ ഇടിക്കാൻ പോകുന്നു. അതിനൊക്കെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ബാസി. അത് ഭയങ്കര ഹിറ്റാണ്, വൈറലാണ് ചെന്നൈയിൽ. അങ്ങനെ അവിടെ എത്തി നമ്മളിങ്ങനെ പുള്ളിയുടെ റൂമിലേക്ക് രാജ്കമൽ അവിടെ പോകുന്നു. അവിടെ 2 ഫോട്ടോ എടുക്കുന്നു. അപ്പം പുള്ളിയുടെ ലിഫ്റ്റിൽ കയറുമ്പോൾ പാട്ടുണ്ട്. അത് പുള്ളിയുടെ പാട്ടുകളാണ്. ഭയങ്കര മൊമെൻ്റാണ്. പുള്ളി എത്തുന്നതിന് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. തകിട തത്തി തത്തി എന്ന് പറഞ്ഞ കമലഹാസൻ സാറിൻ്റെ വോയിസിലുള്ള പാട്ടുകൾ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ കുറച്ചിങ്ങനെ ഒരു ക്ലാസ് റൂം മുറി മാറി കുറേ ബെഞ്ചും നടുക്ക് ഒരു ചെയർ. അപ്പോൾ ആദ്യം ചെയറാണ് കാണുന്നത്, ഈ മാസ്റ്റർ ചെയർ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചെയറിലെ ഫോട്ടോ എടുത്തിട്ട് മറ്റേ വെയിറ്റിംഗ് ഫോർ ദ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. പുള്ളി കാണാൻ ലക്ഷ്യം. അങ്ങനെ പുള്ളി വരുന്നു. അപ്പോൾ ലൈക്ക് വന്ന് ഇരിക്കുന്നു. നമ്മളുടെ അടുത്തൊക്കെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം പുള്ളി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഗുണേല വിശേഷങ്ങളും ഈ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ്റെ പ്രത്യേകതകളും അവർ ഷൂട്ട് ചെയ്ത ടൈമിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതും ആ ടൈമിലുണ്ടായിരുന്ന അവരുടെ എടുത്ത റിസ്ക്കുകൾ അങ്ങനെ ഭയങ്കര രസം. നമ്മൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ നമ്മൾ കൗതുകത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്യണം, കാണണം എന്ന് പറഞ്ഞൊരാളെ വളരെ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ഇങ്ങോട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടി കാണുക എന്ന് പറയുന്ന ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. അതായിരുന്നു ആക്ച്വലി. അങ്ങനെ പുള്ളി എടുത്ത് ഫോട്ടോ എടുക്കാനും 2 വാക്ക് സംസാരിക്കാനും ഞാൻ പുള്ളി എടുത്ത് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അവിടുത്തെ ട്രെയിനിങ് പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പോൾ അതന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല എനിക്ക് രാജ്കമൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വേറൊരു പ്രൊഡക്ഷനിൽ വേറൊരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടൊരു വീഡിയോ അവർ ഒഫീഷ്യലി. അപ്പം അതിലൊരു കമൽഹാസന്റെ ലെക്ചർ എന്ന് പറയാം, മാസ്റ്റർ ക്ലാസ് എന്ന് പറയാം. ഇന്ററാക്ട് ചെയ്യാണല്ലോ വേറൊരു ജനറേഷൻ ഫിലിം മേക്കേഴ്സിന്റെ കൂടെ. അത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാണല്ലോ. അതെ, ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതിനകത്ത് പണ്ട് കമൽ സാർ ഒരു വീഡിയോ പറയുന്നുണ്ട്, ഞാൻ 50 വർഷക്കാകെ പ്ലാൻ പോടല്ലേ, 200 വർഷക്കാകെ ഞാൻ പ്ലാൻ പോട്ടെ, ഇത് ഞാൻ വിതച്ച വിത്താണ് എന്ന് പറയുന്നുണ്ട്. അത് എക്സാക്റ്റാണ്. ലൈക്ക് അത്രയും ജനറേഷൻ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കാലിബർ അല്ലെങ്കിൽ അത്രയും ക്രാഫ്റ്റ് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനിയും വരുന്ന ജനറേഷന്, ഇനി അപ്പുറത്തെ ജനറേഷൻ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു സിനിമ ആസ് എ ഹോളാണ്. കമൽഹാസൻ എന്ന് പറയുമ്പോൾ ആസ് എൻ ആക്ടർ എന്നല്ല, നമുക്ക് പ്രൊഡ്യൂസർ എന്നല്ല, അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് സിനിമ ആസ് എ ഹോൾ മാസ്റ്റർ എന്ന് വിളിക്കാൻ. അതായത് എനിക്ക് തോന്നുന്നു സിനിമയിൽ നിന്ന് നേടിയത് എന്തോ അത് മൊത്തം സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കമൽഹാസൻ സാർ. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 2-3 വർഷക്കാലം സോമർസെറ്റിൽ വീട് പോലും ഇല്ലാതെ സോമർസെറ്റ് മാത്രം അവിടെ താമസിച്ച് അതന്നെയായിരുന്നു പുള്ളിയുടെ ഓഫീസ്, അതന്നെയായിരുന്നു പുള്ളി കിടക്കുന്ന സ്ഥലവും ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്കൊന്ന് പുള്ളി ഒരിക്കലും സിനിമയോട് സെൽഫിഷ് ആയിരുന്നില്ല. മേ ബി സെൽഫിഷ് ആയിരിക്കാം, സിനിമയ്ക്ക് വേണ്ടി പുള്ളി സെൽഫിഷ് ആയിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ എനിക്കൊന്ന് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് പുള്ളിക്ക് സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരാളെ കാണുക എന്നുള്ളതായിരുന്നു ലൈക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു മൊമെൻ്റായിട്ട് നമുക്ക് ലൈക്ക് അച്ചീവ് ചെയ്തത് ഈ സിനിമയ്ക്ക് വേണ്ടി. മഞ്ഞുമൽ ബോയ്സിൽ ത്രൂ അച്ചീവ് ചെയ്തത് ഏറ്റവും വലിയ അവാർഡ് എനിക്ക് തോന്നുന്നു കമൽഹാസൻ സാറിനെ മീറ്റ് ചെയ്ത് തന്നെയാണ്. അതുപോലെ ഈ വിജയമുത്തുവിൻ്റെ കാര്യം ഇവിടെ സുഷിൻ എങ്ങനെയാണോ ഇത് സുഷിൻ്റെ സിനിമയെ കണ്ട് എക്സ്പ്രസ് ചെയ്തിട്ട് പറയുന്നതാണ് മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. അപ്പോൾ അദ്ദേഹം കരഞ്ഞൊരു വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു. ഈ പറയുന്ന ഇത്ര വർഷമായി ഒരു നല്ലൊരു റോളിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാന്ന്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കാസ്റ്റിങ്ങിന് പിന്നിലുണ്ടായിരുന്ന ഗണപതി കൂടി ഈ വീഡിയോ കാണുവാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആണല്ലോ. ഇങ്ങനൊരു ആക്ടർ തമിഴിൽ അത്രയും കാലിബറിലുള്ള ഒരു ആക്ടറാണ് പറയുന്നത്. അവിടെ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാണ്. എനിക്കൊന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ അവിടുത്തെ ഒരു വലിയ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോഴും അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു മുൻധാരണകളോ ലൈക്ക് ഇയാളിങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ്, അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു റോള് കൊടുക്കണം എന്നുള്ളൊരു അയാളുടെ കാലിബർ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വിളിക്കുന്നത്. അപ്പോഴാണ് ഈ വീഡിയോ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കഷ്ടപ്പാടുകളിലൂടെയാണ് പുള്ളി കടന്നു പോയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഈ മഞ്ഞുമൽ ബോയ്സിൽ
ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഇവർ ഈ കുഴിയിൽ നിന്ന് സുഭാഷിനെ എടുത്ത പോലെ തന്നെ ഒരു ലൈക്ക് അങ്ങനത്തെ വൈകാരികമായ ഒരുപാട് ഇമോഷൻസ് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് പല ആൾക്കാരിൽ നിന്നും റിസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നായാലും ലൈക്ക് ഇതിൻ്റെ ഒറിജിനൽ ബോയ്സും അവരുടെ ഫാമിലി ആയാലും ഒരു ഈ പടത്തിലൂടെ മനുഷ്യട്ട നമുക്ക് കിട്ടിയത് നന്ദി എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ഫോർ ദിസ് ഫിലിം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയ റെസ്പോൺസ് അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജിൽ താങ്ക് യു ഫോർ ദിസ് മൂവി. അങ്ങനെ അവർക്കൊരു നന്ദി പറച്ചിലാണ് ഈ സിനിമയിലൂടെ കിട്ടിയത്. അപ്പോൾ അത് ഈ സിനിമ എക്കാലത്തേക്കും നമ്മളുടെ ലൈഫിൽ സ്പെഷ്യലായിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. പിന്നെ ലൈക്ക് കാസ്റ്റിങ്ങിൻ്റെ പരിപാടി പറയുകയാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഒരാൾ ഇവിടുന്ന് എന്നെ ഗണപതി അർജുന അശോകനെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യണ ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ തന്നെ. അപ്പോൾ അകത്ത് കുറേ പരിപാടി എക്സ്പീരിയൻസ്. അപ്പം ലൈക്ക് ഒരുപാട് പുതിയ ലൈക്ക് ഇമോഷൻസിലൂടെ കടന്നുപോയ ഒരു സിനിമയാണ് ഞാനും. ലൈക്ക് നമ്മളെല്ലാവരും ബോയ്സ് എല്ലാവരും പുതിയ ഇമോഷൻസ്, പുതിയ അപ്രീസിയേഷൻ അല്ലെങ്കിൽ പുതിയൊരു കണക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പോൾ ലൈഫിൽ നമ്മുടെ ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ ഭാഗമാവുന്ന ഒരു സിനിമയും കൂടെയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരുടെയും കാര്യം പറയുന്നത് ഇപ്പോൾ സൗബിൻ്റെയും എനിക്ക് തോന്നുന്നത് ഏറ്റവും നമ്മൾ മെമ്മറബിൾ പെർഫോമൻസ് ആണ് ഇതിൽ. ഇപ്പോൾ സൗബിൻ ഇപ്പോൾ ഇനീഷ്യൽ ഘട്ടം സൗബിൻ്റെ പ്രൊഡ്യൂസറാണ്, ഇതിൽ ലീഡ് ആക്ടറായിട്ട് വരുന്നു, അങ്ങനെ ഒരു സിനിമ കൂടിയാണല്ലോ ഉള്ളത്. ഇപ്പം ഗണപതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു വലിയ നിങ്ങൾ സ്റ്റാർസിനെ അടക്കം ആലോചിച്ചതാണല്ലോ, ഒരു നോൺ സൂപ്പർ സ്റ്റാർ സിനിമയാണ്. പക്ഷെ നോക്കൂ, ഈ വർഷം 2024 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിനിമയായിട്ട് ഇപ്പോൾ ഇതാ വരാൻ പോകുന്നത്. ഇതുവരെയുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാസക്കാലത്തെ ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് മഞ്ഞുമൽ ബോയ്സിൻ്റെ ആയിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത് ആ ഈ വലുപ്പത്തിലുള്ള സക്സസ് ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇതൊരു സക്സസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടെക്നിക്കൽ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഷൈജുക്കെ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റുള്ളൊരു ഇപ്പോൾ ടെക്നിക് സൈഡിൽ ഷൈജുക്കയാണ്. കാരണം ഷൈജുക്ക ഭയങ്കര സപ്പോർട്ടീവാണ്. ഷൈജുക്ക ചെറുപ്പം വലുപ്പമില്ലാതെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഇടപഴകുന്നതും വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ പിന്നെ കുട്ടേട്ടൻ, സുഷിൻ, അപ്പം അത്രയും വലിയൊരു പണി അറിയാവുന്ന നല്ല പണിക്കാരുടെ ഒരു ടെക്നിക്കൽ ക്രൂ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് തന്നെയായിരുന്നു ഈ പടത്തിനോട് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. സീൻ മാറ്റം എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. സുഷിൻ പറഞ്ഞ പോലെ അതാണ് വലിയ കോൺഫിഡൻസ്. അതെ അതെ അതെ. അത് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഇത് സീൻ മാറ്റിലേക്ക് പണിയാവോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്ര വലിയൊരു റിസപ്ഷനിലേക്ക് ഇത് ബോർഡർ കടന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ രീതിയിൽ ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, ഇതിനെ ആൾക്കാർ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ആക്ച്വലി ഇപ്പോൾ കുറച്ച് വണ്ടറിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇങ്ങനെ എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, ഇങ്ങനെ ഭയങ്കര എല്ലാ ദിവസവും ഒരു 10-50 കോൾസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് പല ആൾക്കാരുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. പുതിയ സിനിമകളുടെ ചർച്ച, തമിഴിൽ പോയി സിനിമ ചെയ്യണമെന്ന് പറയുന്നത് ചിദംബരം തമിഴ് കൊടുക്കുക, അങ്ങനെ ഒരു അല്ലെ എല്ലാവരും ഇരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്ന പലരും പറഞ്ഞ ചിദംബരം മിക്കവാറും തമിഴിലായിരിക്കും എനിക്ക് കൂടുതൽ സിനിമ ചെയ്യാൻ സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ രണ്ട് സ്ഥലത്തും ഒരേ അക്സെപ്റ്റൻസ് വരുന്നു എന്ന് മാത്രമല്ല, മലയാളത്തിനേക്കാൾ തമിഴിലെ എല്ലാ മുൻനിര പ്രധാനപ്പെട്ട ഫിലിം മേക്കർ, കാരണം സിദ്ധാർത്ഥ് പോസ്റ്റ് ഇടുന്നത് ഭാഷകളാൽ വിഭജിക്കപ്പെട്ടു, കമൽഹാസൻ ആൾ ചേർത്ത് വെക്കപ്പെട്ടു. അതായത് അവിടുത്തെ കാർത്തിക് സുബരാജ് എക്സൈറ്റഡ് ആയിട്ടൊരു ഫിലിം മേക്കറിനെ കുറിച്ച് പറയുകയാണ്. കമൽഹാസൻ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ കാര്യത്തിലേക്ക് ഭയങ്കര എൻസൈക്ലോപീഡിയ ഒന്ന് ലെജൻഡ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും സമയം മാറ്റി വെക്കുകയാണ്. ആ ടോക്കിൽ തന്നെ നോക്കി അറിയാം അത് എവിടെയോ മുതൽ ഇത് ചിദംബരവും കമൽഹാസനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു ഭയങ്കര ക്രിയേറ്റീവ് ഇൻട്രാക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ചിദംബരം പോലെ ഇനി മലയാളത്തിൽ പടം ചെയ്യാൻ കിട്ടുമോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പോലൊരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി തുടർന്നുള്ള കരിയറിൽ മഞ്ഞുമ്മൽ ആ രീതിയിലൊരു ഭയങ്കര ലാൻഡ് മാർക്ക് ആയിരിക്കും. ഉറപ്പായിട്ടും. ആക്ച്വലി എനിക്കൊന്ന് ചിദംബരത്തിന് ഓരോ സിനിമയും ചിദംബരത്തിന് ഒരു ലാൻഡ് മാർക്ക് ആയിരുന്നു. ഇപ്പോൾ ജാനിമൻ ആയാലും എനിക്കൊന്ന് കോവിഡിൻ്റെ ടൈമിൽ ഇറങ്ങിയ പകുതി സീറ്റിൽ കളിച്ച പടമാണ്. പിന്നെ വേറെ ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നൊരു സിനിമയാണ്. ഹിന്ദി സിനിമയാണോ, ആദ്യത്തെ 2 ദിവസം ഷോയിലൊന്നും ആൾക്കാരില്ലാതെ നിർത്തിവെച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പതുക്കെയാണ് പിക്കപ്പ് ചെയ്ത് വന്നത് ആ പടം. അപ്പോൾ ജാനമൻ പക്ഷേ 103 ദിവസമാണ് തിയേറ്ററിൽ ഓടിയത്.
അപ്പോൾ അതേപോലെ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സും ഭീകര ഒരു ലാൻഡ്മാർക്കാണ്. എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റെപ്പിലും ചിദംബരത്തിന് വലിയൊരു ലാൻഡ്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം തമിഴ് ഉറപ്പായിട്ടും ലൈക്ക് തമിഴ് നമ്മൾ ചെറുപ്പം തൊട്ടേ, എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളർന്ന ഭാഷ. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമിഴ് അറിയോ? കാരണം ഇതിൽ ഇത് ഡയലോഗ്സ് ശരിക്കും മീൻസ് തമിഴ് സിനിമയിൽ എഴുതുന്ന പോലെ തന്നെയാണല്ലോ വന്നത്. ഈ പറഞ്ഞ ഇമോഷണൽ മൊമെന്റ്സിലൊക്കെ അങ്ങനെ തന്നെ ഡയലോഗ്സ് ഉണ്ട്. മീൻസ് നമ്മൾ മലയാള സിനിമ കാണുന്ന പോലെ തന്നെയാണ് തമിഴ് സിനിമയും കാണുന്നതും, തമിഴ് സംസാരിക്കാൻ. അപ്പം ഞാനും ചെന്നൈയിൽ പോയിട്ട് താമസിച്ചിട്ട് എനിക്ക് തമിഴ് അത്യാവശ്യം സംസാരിക്കുന്നുള്ളൂ, ഭയങ്കര ഫ്ലുവൻ്റ് അല്ല, എന്നാൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും തമിഴിൽ. അപ്പോൾ ചിദംബരത്തിന് കുറച്ചും കൂടി നന്നായിട്ട് തമിഴ് അറിയാം, സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഉറപ്പായിട്ടും ചിദംബരം ഒരു തമിഴ് സിനിമ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. അതും നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തതിൽ വളരെ സന്തോഷം. ഉറപ്പായിട്ടും ഗണപതിയും ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണല്ലോ നിൽക്കുന്നത്. ആക്ടറുടെ കരിയർ ഉണ്ട്, പിന്നെ ഡയറക്ടോറിയൽ ഡെബ്യൂ എന്നുള്ളത് ഓൾറെഡി ഒരു ഡിസ്കഷനിലൊരു പാർട്ടാണ്. അതേസമയം തന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് നിൽക്കുന്നത്. അത് ഒരു ഓപ്ഷനിലായിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ തന്നെ അഭിനയിക്കുന്ന സിനിമയുടെ കൂട്ടത്തിൽ നടക്കാം. കാരണം അത് ഇത്രയും വലിയൊരു പടത്തിലാണ് അത് ചെയ്തത്. എന്താണ് ഇനി തുടർന്നുള്ള കാരണം നേരത്തെ പോലെ ചെയ്താൽ പോരല്ലോ എന്നുള്ള സാധനമല്ല, കുറച്ചുകൂടി സെലക്റ്റീവ് ആവേണ്ടി വരും, കുറച്ചുകൂടി പ്ലാൻഡ് ആവേണ്ടി വരും കരിയർ. അല്ല, ഉറപ്പായിട്ടും റെസ്പോൺസിബിൾ ആവണമെന്നുള്ളതുണ്ട് കുറച്ചും കൂടെ. പിന്നെ ഇപ്പോൾ എടുക്കുന്ന ക്യാരക്ടർ ആയാലും പോലും കറക്റ്റ് നോക്കി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് സിനിമ ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ എനിക്ക് സിനിമയുടെ ഭാഗമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിപ്പം ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചാൽ ആയിട്ടല്ല ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആവുന്നത്, അങ്ങനെയല്ല ഞാൻ റൈറ്ററോ ആവുന്നത്, അങ്ങനെയല്ല ഞാൻ അഭിനേതാവും ആവുന്നത്. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിദംബരമാണ് എന്നെക്കാൾ മുമ്പേ നടനാകുന്നത്. ചിദംബരം രാത്രി കൊണ്ടുവരുന്ന ചപ്പാത്തി ചിക്കൻ ടിഫിൻ ഉണ്ട്, അപ്പോൾ അത് ചില സമയത്ത് ഷെയർ ചെയ്യാറില്ല. അപ്പം ഞാൻ ഇതിനു വേണ്ടി വാശി പിടിക്കാൻ കരയുണ്ട്. അപ്പം അങ്ങനെ ഒരു ചപ്പാത്തി ചിക്കൻ ടിഫിൻ എനിക്കും രാത്രി കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ സിനിമ നടനാവുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അഭിനയത്തോട് താല്പര്യം കൊണ്ടല്ല നടനാകുന്നത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ സിബ്ലിംഗ്സ് വാറിൽ നിന്ന് ആഗ്രഹം പോസിറ്റീവായി വരുന്നത്, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അതിനും ചിദംബരം തന്നെയാണ് കാരണം. അത് ഭയങ്കര രസമുള്ള സാധനമാണ്. ചേട്ടൻ ഇതെല്ലാം കിട്ടുന്ന ഒരു മറ്റേ കുട്ടി സ്റ്റാറിന്റെ പ്രിവിലേജ് കിട്ടുന്ന, അവരെ വിളിക്കാൻ അംബാസിഡർ കാറ് വരുന്നുണ്ട് ഡെയിലി. ഏത് പ്രായത്തിലാ അപ്പോ? ഇത് ചിദംബരം ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വളരെ കുഞ്ഞാണ്, ഞാൻ 3-ാം ക്ലാസ്സിലൊക്കെ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ്. അപ്പോഴാണ് അപ്പോൾ ഈ ചില സമയത്ത് ഷെയർ ചെയ്യില്ല, ചപ്പാത്തി ഒറ്റയ്ക്ക് കഴിക്കും. അപ്പം അങ്ങനത്തെ ഒരു വാശിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കും ഇതേപോലെ ടിഫിൻ വരും, ഒരു കാറ് വരും, എന്നെയും പിക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു വാശി പുറത്താണ് അഭിനയിക്കാനുള്ളൊരു ത്വരയുണ്ടാകുന്നത്. അപ്പം ഇതൊന്നും ഇതേ പറഞ്ഞ പോലെ ഞാനും അഭിനയത്തെക്കുറിച്ച് സീരിയസ് ആവുന്നത് വളരെ പിന്നീടാണ്. അപ്പോഴൊക്കെ എന്തോ ചെയ്യുന്നു ചില സമയത്തുള്ള അങ്ങനെ ഞാൻ ലൈക്ക് അച്ഛൻ ഫോഴ്സ് ചെയ്ത് കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമില്ലാത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചില സ്കൂളിൽ നിന്നൊക്കെ ലൈക്ക് ആ സമയത്ത് പ്രണയവും നല്ല പ്രണയവും പരിപാടിയൊക്കെ ഇട്ട് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വൈകുന്നേരം ക്ലാസ് വിട്ട് വീട്ടിൽ വരുമ്പോൾ വാ പാക്ക് ചെയ്തോ, 30 ദിവസത്തേക്ക് പോവാ മൂന്നാറ്. ഞാൻ പറയാം എന്തിന്, ഒരു പടമുണ്ട്. ഞാൻ പറയാം എനിക്ക് താല്പര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പാക്ക് ചെയ്തോ. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കൂടുതൽ സീരിയസ് ആവുന്നതും കൺസേൺ ആവുന്നതും ഈ ഒരു 5-6 വർഷം, ഒരു 7 വർഷ കാലഘട്ടത്തിലും ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതൊന്നും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ഇപ്പം നാളെ ഇന്ന പണി ചെയ്യുന്നു, അല്ല നാളെ ഇതിലും വ്യത്യസ്തമായിട്ടൊരു പണി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യും. അപ്പം സിനിമയുടെ കൂടെ നിൽക്കുക, സിനിമയുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് നടനായാലും ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടറായാലും റൈറ്ററായാലും എന്ത് പണിയായാലും ലൈക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ആ ഒഴുക്കിലങ്ങോട്ട് കയറി പോകുക എന്നുള്ളതാണ്. ഈ ബാലതാരമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു കുട്ടിയാണല്ലോ, ഇപ്പം ഗണപതി എന്ന് പറയുന്ന കുട്ടിയാണല്ലോ ആളുകളെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അന്നുള്ള കുറേ ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെ ഇന്നും വളരെ സജീവമായിട്ടുണ്ടാവും. ഇന്ന് ഒരു യങ്ങറായിട്ടുള്ള റൈറ്ററായിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ലീഡ് റോൾ ചെയ്യുന്നൊരു ഗണപതിയാണല്ലോ ഉള്ളത്. അന്ന് ഭയങ്കര വാത്സല്യത്തോടെ ഒരു എടുത്തുകൊണ്ട് നടക്കാവുന്ന അടുപ്പുണ്ടാക്കിയിരുന്ന ആളുകളുണ്ടാവല്ലോ. അവര് ജാനമന് ശേഷവും ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട് വിളിച്ചിട്ടുണ്ടാവില്ലേ? ജാനമിന് ശേഷം സത്യൻ സാറ്, എൻ്റെ 2 ഗുരുനാഥൻ, എസ് കുമാർ സാർ, ഇവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ മഞ്ഞുമൽ കഴിഞ്ഞപ്പോഴും എസ് കുമാർ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലൈക്ക് സന്തോഷമുണ്ടാ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല രീതിയിലുള്ള എന്താ പറയണ്ട അഭിനന്ദനങ്ങൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സത്യൻ സാറും ഇങ്ങനെ മിടുക്കന്മാരാണ് നിങ്ങൾ, മറ്റേ ഒരു സ്റ്റാറിൻ്റെ പടം കോട്ടം തന്നെയിൽ താഴോട്ടിറക്കി നിങ്ങളുടെ ഒരു പടം മുകളിലോട്ട് ജാനവിൻ്റെ സമയത്ത് കയറ്റിയിട്ടുണ്ട്. അത് ആക്ച്വലി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈക്ക് രഞ്ജിത്ത് സാറായാലും
അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഇപ്പം നമ്മുടെ ഗുരുനാഥന്മാർ ഇപ്പോഴും വിളിക്കാറുണ്ട്. രഞ്ജിത്ത് സാർ നിങ്ങൾ ചെറിയ കുട്ടികളായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അതെ 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 അതിൽ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നുള്ള കാര്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ലൈക്ക് അങ്ങനെ ലൈക്ക് സത്യൻ സാറൊക്കെ തന്നെ എടുത്ത് നടന്നുകൊണ്ട് സോങ് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ ലൈക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആവാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ വിനോദയാത്രയാണ്, ആ സിനിമയുടെ സമയത്തൊക്കെ ലൊക്കേഷനിലുണ്ട്, എൻഗേജ്ഡ് ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഈ അഭിനയിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സീരിയസ്നെസ് എന്താണ്? ഇല്ല ഇല്ല ഇല്ല, ആ സമയത്ത് ഒരു ബോധേഡ് അല്ല, ഒന്നും അറിയില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ അല്ലേ? ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ലൈക്ക് സത്യൻ സാറിന്റെ ട്രീറ്റ്മെന്റും ഭയങ്കര ഹെവിയാണ്. ഇപ്പൊ എനിക്ക് എസ് കുമാർ സാറ് ഡെയിലി രാവിലെ ചോക്ലേറ്റ്സ് കൊണ്ടുവരും, എനിക്ക് വേണ്ടി പുള്ളി പർച്ചേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുതരും. അങ്ങനെ ലൈക്ക് ഒരു ഭയങ്കര രസമുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു അവർ. ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നു, അങ്ങനെ ഏതോ ചൈൽഡ് ആർട്ടിസ്റ്റ് വന്നു, അങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരുന്നില്ല. എന്നെ തോളത്തെടുത്തുകൊണ്ടിരുന്ന മല കയറിയിട്ട് സത്യൻ സാറ് മന്ദാരപ്പൂ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അഫെക്ഷൻ ഉണ്ട്. ലൈക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട അന്നും പ്രിയപ്പെട്ട സെറ്റാണ് സത്യൻ സാറിൻ്റെ. അതൊരു ഫാമിലി പോലത്തെ ഒരു എൻവയോൺമെന്റ് ആണ് അത്. അങ്ങനെ സിനിമയിൽ നിന്ന് തുടങ്ങിയോണ്ടായിരിക്കാം ഇതിനോട് കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഇങ്ങനത്തെ ബോണ്ടിങ് എപ്പോഴും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ബോണ്ടിങ് എക്സ്പെക്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ കിട്ടുന്നതാണെങ്കിലും ഒരു ബോണ്ടിങ് ആണ് നിങ്ങളുടെ. ഉറപ്പായിട്ടും അതൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. എങ്ങനെയാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ശ്രമത്തിലാണ്. അങ്ങനെയാണ് ജാനേമനും ആ സെറ്റിൽ ജാനേമനിൽ വർക്ക് ചെയ്ത് ആരെടുത്ത് ചോദിച്ചാലും അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ, അല്ലെങ്കിൽ മഞ്ഞുമ്മലായാലും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മനുഷ്യരുടെ. ആ അത്രയും നല്ല രീതിയിൽ ഒരു എൻജോയ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ഒരാൾക്കാരും പോകുമ്പോൾ പ്രാകൃതി സിനിമേനെ ഈ സിനിമ നശിച്ചു പോട്ടെ എന്ന് ആരും പറയരുത്. അങ്ങനത്തെ രീതിയിൽ നമ്മളൊരു സിനിമ അത്രത്തോളം ഹാപ്പി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുന്നത്. അതായത് ഒരു അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, നല്ല മനസ്സോടെ ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അതുപോലെ ഒരു നല്ല സിനിമ നല്ല കൂട്ടായ്മയോടെ ഉണ്ടാക്കുമ്പം അതിൻ്റെ എനർജി തീർച്ചയായിട്ടും തിയേറ്ററിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു. അടുത്ത പരിപാടിയുടെ അടിപൊളിയായിട്ട്. ഓക്കെ.